ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരുടെയും പ്രശ്നമാണ് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത്. സോ ചിലപ്പോൾ രാവിലെ മോർണിംഗ് ആകുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ നമുക്ക് മെസ്സേജ് വരും 50% ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ മൊബൈൽ മൊത്തത്തിൽ ഡാറ്റ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഹിഡൻ സെറ്റിങ്സുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് തപ്പിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് തരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ ആദ്യം തന്നെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ഡാറ്റ യൂസേജ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്ഷൻസ് വരും. അതായത് ഡാറ്റ യൂസേജിൻ്റെ ആപ്പ് ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് അതിൻ്റെ മുകളിലായ ഒരു ആപ്പ് ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞ താഴത്ത് കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് മൊബൈൽ ഡാറ്റ യൂസേജിൽ കാണാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ, അതായത് കഴിഞ്ഞ ഒരു മാസം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ നെറ്റ് ചിലവായിട്ടുള്ളത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ എൻ്റെ കുറവാണ്, ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയമല്ല. ഈ ഒരു സമയത്ത് ഞാൻ ആകെ ഒരു ദിവസത്തിൽ തന്നെ 2, 3, 4 മണിക്കൂർ മാത്രമാണ് ഫോൺ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ എൻ്റെ അത് കുറവാണ്. ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് മൊത്തത്തിൽ ഫ്രീ ആയിരുന്ന സമയത്ത് എനിക്ക് യൂട്യൂബൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടാണ്, അതായത് 11-12 GB ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ യൂസേജ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യേണ്ട എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ തോന്നുന്ന ആപ്ലിക്കേഷൻ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ തൊട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ല. സോ അല്ലാത്ത വാട്സപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്യാതെ നിങ്ങൾക്ക് അങ്ങനെ ഡാറ്റ യൂസേജ് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടാന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഓഫാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓണായി കിടക്കുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പെട്ടെന്ന് നമ്മുടെ ഡാറ്റ ഇങ്ങനെ തീർന്നു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇനി ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ജനറൽ ഉണ്ട്, അതിൻ്റെ താഴത്തെ നെറ്റ്വർക്ക് പ്രിഫറൻസ്, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെറ്റ്വർക്ക് പ്രിഫറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തിൻ്റെ മുകളിലായിട്ട് ഓട്ടോ അപ്ഡേറ്റഡ് ആപ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷനിൽ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾക്ക് താഴത്തുള്ള ഓപ്ഷൻ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങളറിയാതെ ഇതിൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ആ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഡാറ്റ ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് നിങ്ങൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടിയിട്ട് ബാക്കപ്പ് ഈസ് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്കപ്പ് ഈസ് എൻ്റെ ഓഫായി കിടക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ചിലപ്പോൾ ഓണായിട്ട് കിടക്കും. ഇപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇത് ഓണായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാവരും ഇത് ഓഫ് ചെയ്ത് വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫോട്ടോസ്, അതായത് നമ്മുടെ ഗാലറിയിൽ എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു മാസം കഴിയുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും, ഗൂഗിൾ ഫോട്ടോസിലേക്ക്. അങ്ങനെ നിങ്ങൾ ഈ ബാക്കപ്പ് ആകുന്ന സമയത്ത് നമ്മുടെ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ നെറ്റ് നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. പ്രൊഫൈൽ ഐക്കണിൽ ആ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡാറ്റ സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡിഫോൾട്ട് സെറ്റിങ്സിൽ അതിൻ്റെ മുകളിലായിട്ട് ഡാറ്റ സേവിങ് മോഡ്, അത് നിങ്ങളുടെ ഓണായിട്ട് കിടക്കുക.
ഓഫിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്തോളൂ കേട്ടോ. കാരണം അത് ഓണാക്കണം, കാരണം നമ്മുടെ ഡാറ്റ സേവിങ് മോഡാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി, റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓണായിട്ടാണ് കിടക്കുന്നത് എൻ്റെ. അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം ഇത് രീതി, അതായത് നിങ്ങൾ ഇതുപോലെ ഡാറ്റ നിങ്ങൾ എന്ത് വീഡിയോസ് കാണുന്ന സമയത്തും ഡാറ്റ കുറച്ചേ യൂട്യൂബിൽ ചിലവുള്ളൂ. മാത്രമല്ല ചിലപ്പോൾ ക്വാളിറ്റി കുറയും, അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോസ് കാണാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ജനറൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോസ് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റൊരു വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി നമ്മളുടെ ഡാറ്റ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഡാറ്റ പോകുന്ന ചില ഓപ്ഷൻസുകളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇനിയും ചിലൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും വാട്സപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആ വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് 3 ഡോട്ട് മുകളിൽ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരിക. അവിടെ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മീഡിയ സെക്ഷനിൽ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. അപ്പോൾ ഇത് 4 നിങ്ങളുടെ ഓണായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 ഓഫ് ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അപ്പോൾ നമ്മളെ വാട്സപ്പ് പോയി ആരെങ്കിലും ഷെയർ ചെയ്ത് ഗ്രൂപ്പിൽ വരുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാറ്റ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ആകും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഡൗൺലോഡ് ആകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ നമ്മൾ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ കുറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, തീർന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി മറ്റുള്ളതാണ് നിങ്ങൾക്ക് അതിന് താഴെ തന്നെ വൈഫൈയുടെ ഒരു ഓപ്ഷൻ, അതും നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചോളൂ. പിന്നെയുള്ളത് വെൻ റോമിങ്, അതും നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ഓപ്ഷനിലും നിങ്ങൾ ഈ 4 ബോക്സും ടിക്ക് മാർക്ക് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മളറിയാതെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഏതെങ്കിലും വീഡിയോസോ ഫോട്ടോസൊക്കെ വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ. അതുവഴി നമ്മുടെ ഡാറ്റ മൊത്തത്തിൽ തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ നല്ല യൂസ്ഫുൾ ആവുന്ന വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.